നമസ്കാരം. ഇന്ന് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ 2021 പാർട്ട് 6 ക്വസ്റ്റ്യൻസ് 47 മുതലാണ് ഇന്ന് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അണ്ടർ സെക്ഷൻ 70 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, where a person lawfully does anything for another person or delivers anything to him, not intending to do so gratuitously, and such other person enjoys the benefit thereof, the latter is bound to make compensation to the former in respect of or to restore the thing so done or delivered. This principle is known as option A contract of uberrima fide, option B implied agency, option C quantum merit, option D de novo contract. ഇത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോഴേക്കും ഇത് മനസ്സിലാകും. ഇതിൻ്റെ ആൻസർ സി, ഓപ്ഷൻ സി ആണ്, ക്വാണ്ടം മെറിറ്റ്. എന്താണ് ക്വാണ്ടം മെറിറ്റ് എന്ന് നമുക്ക് ചുരുങ്ങിയ വാക്കുകളിൽ പറയാം. ഇറ്റ് ഈസ് എ ലാറ്റിൻ ഫ്രേസ് അല്ലേ. വാട്ട് വൺ ഹാസ് ഏൺഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് കോൺട്രാക്റ്റിൽ ഇറ്റ് മീൻസ് സംതിങ് എലോങ് ദ ലൈൻസ് ഓഫ് റീസണബിൾ വാല്യൂ ഓഫ് സർവീസസ്. സെക്ഷൻ 70 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആയിട്ടാണ് ഇത് പറയുന്നത്. വേറെ പേഴ്സൺ ലോഫുള്ളി ഡസ് എനിത്തിങ്, അങ്ങനെ അത് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യനാണ് 48. എഗ്രിമെൻറ്റ് ഈസ് എന്താണ്? ഓപ്ഷൻ എ പ്രോമിസ് ഓർ സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിംഗ് കൺസിഡറേഷൻ ടു ഈച്ച് അതർ. ഓപ്ഷൻ ബി എൻഫോഴ്സിബിൾ ബൈ ലോ. ഓപ്ഷൻ സി എൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ്. ഓപ്ഷൻ ഡി അൺഎൻഫോഴ്സിബിൾ ബൈ ലോ. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് അറിയാം. അത് സെക്ഷൻ 2 സബ്സെക്ഷൻ ഇ ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എടുത്ത് നോക്കിയാൽ മതി. അവിടെ പറയുന്നുണ്ട് എവരി പ്രോമിസ് ആൻഡ് എവരി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിംഗ് ദി കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ഈസ് എൻ അഗ്രിമെൻ്റ്. അപ്പോൾ അതിൻ്റെ ആൻസർ എ പ്രോമിസ് ഓർ സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിംഗ് കൺസിഡറേഷൻ ടു ഈച്ച് അതർ, ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. 49. Question 49. Under the Land Acquisition Act, the expression land includes option A benefits to arise out of land, option B things attached to the earth, option C things permanently fastened to anything attached to the earth, option D all of the above. അത് സെക്ഷൻ 3 സബ്സെക്ഷൻ എ ഓഫ് ദി ലാൻഡ് അക്വിസിഷൻ ആക്ട് എടുത്ത് വായിച്ചു നോക്കുക. ദി എക്സ്പ്രഷൻ ലാൻഡ് ഇൻക്ലൂഡ്സ് ബെനിഫിറ്റ്സ് ടു എറൈസ് അല്ലേ, അങ്ങനെ ഔട്ട് ഓഫ് ലാൻഡ് ആൻഡ് തിങ്സ് അറ്റാച്ച്ഡ് ടു ദ എർത്ത് ഓർ പെർമനൻ്റ്ലി ഫാസ്റ്റൻ ടു എനിത്തിങ് അറ്റാച്ച്ഡ് ടു ദ എർത്ത്. അപ്പോൾ എന്താ വരുന്നത്? ഇതിൽ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ് ആയിരിക്കും. അത് നിങ്ങൾ കൂടുതൽ വായിച്ച് നോക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ 50. ടെമ്പററി ഒക്യുപ്പേഷൻ ഓഫ് വേസ്റ്റ് ഓർ arable ലാൻഡ് പ്രൊസീജിയർ വെൻ ഡിഫറൻസസ് ആസ് ടു കോമ്പൻസേഷൻ എക്സിസ്റ്റ് ഈസ് പ്രൊവൈഡഡ് അണ്ടർ ഓപ്ഷൻ എ സെക്ഷൻ 32 ഓഫ് ലാൻഡ് അക്വിസിഷൻ ആക്ട്, ഓപ്ഷൻ ബി സെക്ഷൻ 30 ഓഫ് Land Acquisition Act, option C section 35 of Land Acquisition Act, option D section 31 of Land Acquisition Act. അത് നമ്മൾ ലാൻഡ് അക്വിസിഷൻ ആക്ടിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസറും വളരെ സിമ്പിളാണ്, നിങ്ങളത് മറന്നു കാണില്ല. ആൻസർ ഓപ്ഷൻ സി സെക്ഷൻ 35 ഓഫ് ദി ലാൻഡ് അക്വിസിഷൻ ആക്ട് ആണ്. കൂടുതൽ നിങ്ങൾ നോക്കണം. 51. Under the Patents Act, which of the following are not punishable? Option A
എ മെത്തേഡ് ഓഫ് അഗ്രികൾച്ചർ ഓർ ഹോർട്ടിക്കൾച്ചർ. ഓപ്ഷൻ ബി എ പ്രസൻറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻ. ഓപ്ഷൻ സി ടോപ്പോഗ്രഫി ഓഫ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. ഇതും നമ്മൾ മറന്ന് കാണാൻ വഴിയില്ല. ആൻസർ ഓൾ ഓഫ് ദി എബവ് ആണ്. അതായത് സെക്ഷൻ 3 ഓഫ് ദി പാറ്റന്റ് ആക്ട്. അതെടുത്ത് നോക്കിയാൽ മതി, വായിച്ചാൽ മതി. അടുത്തേക്ക് പോവാണ്. വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ഹാസ് റീപ്ലേസ്ഡ് പ്രീ എക്സിസ്റ്റിംഗ് ഗാട്ട്, ബിർപി, TPRM, PCT. വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ എന്ന ഈ പേര് വരുന്നതിന് മുമ്പ് അതിൻ്റെ പേര് എന്തായിരുന്നു? അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഗാട്ട്, ബിർപി, TPRM, PCT. ഇത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. അതായത് ബ്യൂറോ ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്നൊരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. അതിനെ റീപ്ലേസ്, അതായത് ബിർപി അല്ലേ, ഇതിനെ റീപ്ലേസ് ചെയ്താണ് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആൻസർ ബി ആണ്. അത് എന്താണ്? ബ്യൂറോ ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ് അല്ലേ. അത് നിങ്ങൾ ഓർത്താൽ മതി. ഓപ്ഷൻ ബി ആണ് ആൻസർ.